Hi all, welcome back to another class. Plus 1 chemistry 9th chapter, hydrogen. ഹൈഡ്രജൻ എന്നുള്ള ടേം കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ കേൾക്കൽ തുടങ്ങിയതാവും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുകയാണ് ഹൈഡ്രജനെ കുറിച്ച്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് ഓഫ് ഓൾ നോൺ എലമെന്റ്സ്. ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. ഹൈഡ്രോ എന്നും ജീൻ എന്നുള്ള 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ് ഈ ഹൈഡ്രജൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ എന്നും മീൻസ് ജീൻ എന്നും ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസിങ് എന്നുമാണ്. അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പ്രൊഡ്യൂസറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാവാം, ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം. ഹൈഡ്രജൻ എന്നുള്ള നെയിം ഡിറൈവ് കൊടുത്തത് ലാവോസിയർ ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ഡിസ്കവർ ചെയ്തത്. ഇതൊക്കെ GK ജനറൽ നോളജിൽ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ടോപ്പിക് ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹൈഡ്രജനെ ഒരു പീരിയോഡിക് ടേബിളിൽ നോക്കൂ. നിങ്ങൾ പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ എലമെന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഹൈഡ്രജൻ ഈസ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജനെ എന്ത് ചെയ്തിരിക്കുകയാണ്? പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഒരു ബ്ലൂ കളർ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? അതിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. ഹൈഡ്രജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസിനായിട്ടും അതുപോലെ തന്നെ ഹാലോജൻസിനായിട്ടും എന്ത് കാണിക്കുന്നുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസിനായിട്ടും ഹാലോജൻസിനായിട്ടും എന്ത് കാണിക്കുന്നു? സിമിലാരിറ്റി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അനോമലസ് ആണ്. 2 ഗ്രൂപ്പിനായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഗ്രൂപ്പിനായിട്ട് ചില ഡിഫറൻസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷൻ എങ്ങനെ വെച്ചിട്ടുള്ളത്? പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇങ്ങനെയായിരിക്കും: ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് അനോമലസ്. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ. എന്താ നിങ്ങൾ കാരണം പറയേണ്ടത്? എന്താണ് കാരണം? എക്സ്പ്ലനേഷൻ തരാം. മെയിൻ പോയിന്റ്, ഹൈഡ്രജന്റെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് എലമെന്റ് ആക്കി വെച്ചതിന്റെ കാരണം ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസിനായിട്ടും അതുപോലെ തന്നെ ഹാലോജനായിട്ടും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിഫറൻസും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് സിമിലാരിറ്റി എന്ന് നോക്കാം. റിസംബിൾനെസ് വിത്ത് ആൽക്കലി മെറ്റൽസ്. ഹൈഡ്രജന് ആൽക്കലി മെറ്റലുമായിട്ട് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണെന്ന് നോക്കാം. Both have 1 electron in the valence shell. ഹൈഡ്രജനും അതുപോലെ തന്നെ ആൽക്കലി മെറ്റലും വാലൻസ് ഷെല്ലിൽ എന്തേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. ഹൈഡ്രജൻ ആൽക്കലി മെറ്റലിനെ പോലെ തന്നെ ഹൈഡ്രജന്റെയും വാലൻസ് ഷെല്ലിൽ എന്തേ ഉള്ളൂ? നമുക്കറിയാം 1s1 എന്നാണ്. ആൻഡ് ടു ഫോം യൂണി പോസിറ്റീവായ ഇത് രണ്ടാളുടെയും ഒരേ ക്യാരക്ടറാണ്, ആൽക്കലി മെറ്റലിന്റെയും ഹൈഡ്രജന്റെയും. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ലൈക്ക് ആൽക്കലി മെറ്റൽ
ഹൈഡ്രജൻ ആൾസോ loses 1 ഇലക്ട്രോൺ. ആൽക്കലി മെറ്റലിനെ പോലെ തന്നെ ഹൈഡ്രജനും അതിലുള്ള ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് H+ അയേണായി മാറാനുള്ള കഴിവുണ്ട്. ഇതാണ് രണ്ടാമത്തെ സിമിലാരിറ്റി. ഇത് ആരുടെ കഴിവാണ്? ആൽക്കലി മെറ്റൽസിന്റെ കഴിവാണ്. ആൽക്കലി മെറ്റൽസിലുള്ള ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് പോസിറ്റീവ് അയേണായി മാറാനുള്ള കഴിവുണ്ട് ആൽക്കലി മെറ്റൽ. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയേണായി മാറുന്നു. മൂന്നാമത്തെ സിമിലാരിറ്റി, ഇറ്റ് ഫോം ഓക്സൈഡ്സ്, ഹാലൈഡ്സ് ആൻഡ് സൾഫൈഡ്സ്. ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ ഹൈഡ്രജനും ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, സൾഫൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആണ് സിമിലാരിറ്റീസ് വിത്ത് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് സിമിലാരിറ്റി? ഹാലോജനുമായിട്ട് എന്തൊക്കെയാണ് ഹൈഡ്രജന്റെ സിമിലാരിറ്റി? ഹാലോജനെ പോലെ തന്നെ ഇതും ഒരു നോൺ മെറ്റലാണ്. ഹൈഡ്രജൻ ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, രണ്ടാമത്, both require 1 electron to complete the valence shell configuration. ഹാലോജനെ പോലെ തന്നെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഹൈഡ്രജന്റെ കേസിൽ 1s1 എന്നാണ് അല്ലേ, അതിന് ഒരു ഇലക്ട്രോൺ ആണ് ആവശ്യമുള്ളത് വാലൻസ് ഷെൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് ആരുടെ പോലെ തന്നെയാണ്? ഹാലോജനും ഒരു ഇലക്ട്രോണേ ആവശ്യമുള്ളൂ അതിന്റെ വാലൻസ് ഷെൽ കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇറ്റ് ഗെയിൻ 1 electron to form യൂണിനെഗറ്റീവ് അയൺ. എന്ത് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്? ഹാലോജനെ പോലെ ഒരു യൂണിനെഗറ്റീവ് അയൺ ഫോം ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട്? ഹൈഡ്രജൻ. നേരത്തെ പറഞ്ഞു യൂണി പോസിറ്റീവ് അയൺ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് ആൽക്കലി മെറ്റൽസിനെ പോലെ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഒരു യൂണിനെഗറ്റീവ് അയൺ ഫോം ചെയ്യാനുള്ള കഴിവ് ഹൈഡ്രജനുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ഹാലോജൻസിനെ പോലെ തന്നെ അത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു ഡയറ്റോമിക് മോളിക്യൂൾ, അതായത് H2 എന്നുള്ള രീതിയിലാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? H2 ഡൈഹൈഡ്രജൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹാലോജൻസ് ഒക്കെ അങ്ങനെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫ്ലൂറിൻ F2, Cl2 അങ്ങനെയാണ്. അതായത് ഡയറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് ഹാലോജൻസും എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് കമ്പൈൻ വിത്ത് മെറ്റൽ ടു ഫോം ഹൈഡ്രൈഡ്സ്. മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹാലോജനെ പോലെ തന്നെ ഹൈഡ്രജനും മെറ്റലുമായി കമ്പൈൻ ചെയ്ത് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇറ്റ് കമ്പൈൻ വിത്ത് നോൺ മെറ്റൽ ടു ഗീവ് കോവാലന്റ് കോമ്പൗണ്ട്. ഹാലോജനെ പോലെ തന്നെ ഹൈഡ്രജനും നോൺ മെറ്റലുമായി കമ്പൈൻ ചെയ്തിട്ട് കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ലാസ്റ്റ്, hydrogen has very high ionization enthalpy like halogen. ഹാലോജൻസിനെ പോലെ തന്നെ ഹൈഡ്രജനും വെരി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഇത്രയാണ് ഹാലോജനുമായിട്ട് ഹൈഡ്രജൻ കാണിക്കുന്ന സിമിലാരിറ്റി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹൈഡ്രജൻ ഷോ റിസംബിൾനെസ് വിത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലോജൻ. ഇറ്റ് ഡിഫർ ഇൻ സം പോയിന്റ്സ്. ആൽക്കലി മെറ്റൽസ് എന്നും അതുപോലെ തന്നെ ഹാലോജൻസ് എന്നും പല പോയിന്റ്സിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ഡിഫറൻസ് ഞാൻ ജസ്റ്റ് പറയാം, ഞാൻ പോയിന്റ്സ് കാണിച്ചിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ടിപ്പിക്കൽ നോൺ മെറ്റലാണ്. എന്നാൽ ആൽക്കലി മെറ്റൽസോ അതൊരു ടിപ്പിക്കൽ മെറ്റലാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എന്ന് കാണിക്കുന്ന മെയിൻ ഡിഫറൻസ് അതാണ്. റിസംബിൾനെസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്, എന്നാൽ ഹൈഡ്രജനോ നോൺ മെറ്റൽ ആണ്. ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡയറ്റോമിക് ആണെന്ന് നമ്മൾ പറഞ്ഞു, എന്നാൽ ആൽക്കലി മെറ്റൽസോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെയാണ് ആൽക്കലി മെറ്റൽസ്. എല്ലാം എന്താണ്? മോണോ അറ്റോമിക് ആണ്. എന്നാൽ ഹൈഡ്രജനോ ഡയറ്റോ. അപ്പൊ ഇത് രണ്ടുമാണ് ആൽക്കലി മെറ്റൽസ് എന്ന് കാണിക്കുന്ന മെയിൻ ഡിഫറൻസ്. എന്തൊക്കെയാ പറഞ്ഞത്? ആൽക്കലി മെറ്റൽസ് എന്ന് കാണിക്കുന്ന ഡിഫറൻസ് എന്തൊക്കെയാ പറഞ്ഞത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ നോൺ മെറ്റൽ ആണ്, എന്നാൽ ആൽക്കലി മെറ്റൽസ് മെറ്റൽസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഡയറ്റോമിക് ആണ്, എന്നാൽ ആൽക്കലി മെറ്റൽസ് മോണോ അറ്റോമിക് ആണ്. ഇനി ഹാലോജൻസ് എന്ന് കാണിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് റിസംബിൾനെസ്, നമ്മൾ ഇത്രയും ഡിഫറൻസ് റിസംബിൾനെസ് പറഞ്ഞു, സിമിലാരിറ്റീസ് പറഞ്ഞു.
ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഹാലോജനെ പോലെ ഹൈഡ്രജനിൽ എന്തില്ല? നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ഹൈഡ്രജൻ ഇൻ ഇറ്റ്സ് ഡയറ്റോമിക് മോളിക്യൂൾ. ഇതിന്റെ ഡയറ്റോമിക് മോളിക്യൂളില് ഹാലോജനെ പോലെ എന്തില്ല? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. ഇതൊരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈഡ്രജന്റെ പൊസിഷൻ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് എലമെന്റ് ആയി വെക്കാനുള്ള കാരണം. എക്സാമിന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ് കൃത്യമായി ഞാൻ തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ തിയറി പോർഷനാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള പോയിന്റ്സ് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രജന്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ ഫസ്റ്റ് ആക്കി വെക്കാനുള്ള കാരണം? ഹൈഡ്രജൻ ഷോ സിമിലാരിറ്റി ടു ബോത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലോജൻ ആൻഡ് ആൾസോ ഷോ ഡിസിമിലാരിറ്റി ടു ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലോജൻ. എന്നിട്ട് സിമിലാരിറ്റീസ് 2-3-4 പോയിന്റ്സ് കാണിക്കുക. എന്തൊക്കെയാണ് ഹാലോജൻസിനായിട്ടുള്ള സിമിലാരിറ്റി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആൽക്കലി മെറ്റൽസിനായിട്ടുള്ള സിമിലാരിറ്റി എന്ന് നിങ്ങൾ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒക്യുറൻസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഭൂമിയിലുള്ള ഒക്യുറൻസ് എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഡൈഹൈഡ്രജൻ യൂസ് ചെയ്തത് എന്താ? നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡൈഹൈഡ്രജൻ എന്താ എന്ന് ചിന്തിക്കേണ്ട. ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡൈഹൈഡ്രജൻ. കാരണം ഹൈഡ്രജൻ ഡയറ്റോമിക് മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. Dihydrogen is the most abundant element in the universe. It is the main element in the solar atmosphere. Yet planet Jupiter and Saturn consist mostly of hydrogen. It occurs in plants and animal tissue. In the combined form, it exists in the form of carbohydrate, proteins, hydrocarbons, hydrides, and many other compounds. Just മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇതൊരു ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജന് 3 ഇമ്പോർട്ടൻ്റ് ആയ ഐസോട്ടോമാണ്. ചെറിയ ക്ലാസ്സിലൊന്നല്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് ഐസോട്ടോപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐസോട്ടോപ്പ് എന്താണെന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഹൈഡ്രജൻ ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 3 ഐസോട്ടോപ്പാണ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ട്രിഷ്യം റേഡിയോ ആക്റ്റീവാണ്. ഈ 3 ഐസോട്ടോപ്പിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണമാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഡൈഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ. ലബോറട്ടറി പ്രിപ്പറേഷൻ, ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഡൈഹൈഡ്രജൻ പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് ഡയലൂട്ട് HCl on ഗ്രാനുലേറ്റഡ് സിങ്ക്. ഇതൊക്കെ നിങ്ങൾ 10th പഠിച്ച റിയാക്ഷൻസ് ആണ്. സിങ്കും HCl റിയാക്ട് ചെയ്താൽ അതിന് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സിങ്കും HCl റിയാക്ട് ചെയ്താൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായി. അനദർ പ്രിപ്പറേഷൻ ആണ് സിങ്ക് വിത്ത് ആൽക്കലി. റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ആൽക്കലി. ഏത് ആൽക്കലി നമ്മളോട് എടുത്തിട്ടുള്ളത്? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ലബോറട്ടറി പ്രിപ്പറേഷൻ അല്ല നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനാണ് എക്സാമിന് വരാറുള്ളത്. എന്തായെന്ന് നോക്കാം. ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ കേൾക്കുന്നതാണ്. വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തിയ അതൊന്ന് ഹൈഡ്രജനും ഓക്സിജനുമായി മാറും. ഇത് സിമ്പിൾ റിയാക്ഷനാണ്, എല്ലാവർക്കും അറിയാം. വാട്ടറിനെ
ഇലക്ട്രോളൈസിസ് നടത്തിയാൽ അതിന്ന് ഹൈഡ്രജനും ഓക്സിജനും ലിബറേറ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. കമേഴ്ഷ്യലി രണ്ടാമത്തെ പ്രിപ്പറേഷനാണ്. ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ ബ്രൈൻ സൊല്യൂഷനിലെ ഇലക്ട്രോളിസിസ് നടത്തിയ ബ്രൈൻ സൊല്യൂഷനെ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. അതിനെ ഇലക്ട്രോളിസിസ് നടത്തിയ ഒബ്റ്റെയിൻഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് NaOH. NaOHന്റെ മാനുഫാക്ചർ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്, S ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാനുഫാക്ചർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാനുഫാക്ചർ നിങ്ങൾ പഠിക്കുന്നത്. അവിടെ ബൈ പ്രോഡക്റ്റ് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ജസ്റ്റ് റിയാക്ഷൻ ഒന്ന് ഞാൻ പറയാം, അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളിവിടെ ബ്രൈൻ സൊല്യൂഷന് ഇലക്ട്രോളൈസിസ് നടത്തിയാൽ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബോഷ് പ്രോസസ് ഓർ വാട്ടർ ഗ്യാസ് പ്രോസസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇൻ ദിസ് പ്രോസസ് superheated steam is passed over red hot coke at 1270 Kelvin. സ്റ്റീമിനെ റെഡ് ഹോട്ട് കോക്കിലൂടെ at 1270 കെൽവിനിലെ സ്റ്റീം ഓൺ കോക്ക്. സ്റ്റീം എന്തിലൂടെ പാസ് ചെയ്യുക? കോക്കിലൂടെ പാസ് ചെയ്താൽ അവിടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോക്കൂ, സ്റ്റീം കോക്കിലൂടെ സ്റ്റീം പാസ് ചെയ്താൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രജനെയും ഒന്നിച്ചു പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഗ്യാസ്? ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അല്ലാതെ ഡൈഹൈഡ്രജൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, what is water gas? അപ്പോൾ നിങ്ങൾ എന്താ ആൻസർ കൊടുക്കുക? എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്? നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് steam on coke. steam on coke. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമായി മാറുന്നു. ഇനി വാട്ടർ ഗ്യാസ് ഈസ് ദെൻ മിക്സ്ഡ് വിത്ത് എക്സസ് ഓഫ് സ്റ്റീം. ഈ വാട്ടർ ഗ്യാസിനെ, ഈ ഫോം ചെയ്ത വാട്ടർ ഗ്യാസിലേക്ക് ഇനിയും സ്റ്റീം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ക്രോമൈറ്റ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഇനിയും സ്റ്റീം പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കാർബൺ മോണോക്സൈഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡായി മാറുന്നു. കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനുമായി മാറുന്നു. എന്താ പറഞ്ഞത്? ദ വാട്ടർ ഗ്യാസ്, ഇതാണ് വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് എക്സസ് ഓഫ് സ്റ്റീം. എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു? എക്സസ് ഓഫ് സ്റ്റീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തിലൂടെ പാസ് ചെയ്യുക? അയൺ ക്രോമൈറ്റ് കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്ത് 673 കെൽവിനിൽ അയൺ ക്രോമൈറ്റ് കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്താൽ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനുമായി മാറുന്നു. കാർബൺ മോണോക്സൈഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡായി മാറുന്നു. ഓക്കെ,
ഈ റിയാക്ഷന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഒന്നുകൂടി പറയുന്നു, കാർബൺ മോണോക്സൈഡും വാട്ടറും, കാർബൺ മോണോക്സൈഡും വാട്ടറും, കാർബൺ മോണോക്സൈഡ് ഇതിലേക്ക് സ്റ്റീം പാസ് ചെയ്യുക. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉള്ള വാട്ടർ ഗ്യാസിലേക്ക് സ്റ്റീം പാസ് ചെയ്യുക. അയൺ ക്രോമാറ്റിക് കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡായി മാറുന്നു. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. Okay, the above mixture of gas is passed through water under pressure. It dissolves the more soluble CO2, leaving behind hydrogen. Okay, അവിടെ ഹൈഡ്രജൻ പിന്നെയും എന്താവുന്നു? ലീവ് ചെയ്യുന്നു. അപ്പോൾ ഈ റിയാക്ഷനാണ് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു പ്രിപ്പറേഷനാണ്. മുന്നേ പറഞ്ഞ രണ്ട് പ്രിപ്പറേഷനും സിമ്പിളാണ്. ഒന്ന് ഇലക്ട്രോളിസിസ് ആണ്, അനദർ വൺ ബ്രൈൻ സൊല്യൂഷന് ഇലക്ട്രോളിസിസ് ആണ്. മൂന്നാമത്തെ പ്രിപ്പറേഷനാണ് നിങ്ങൾ നന്നായി പഠിക്കേണ്ടത്. ഏത് പ്രോസസ്സ്? വാട്ടർ ഗ്യാസ് പ്രോസസ്സ്. ഇവിടെ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് വാട്ടർ ഗ്യാസ് എന്താണെന്ന്. എന്താണ് വാട്ടർ ഗ്യാസ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനെയാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പഠിക്കുക. വാട്ടർ ഗ്യാസ് ഫോം ചെയ്തതിനെ എക്സസ് ഓഫ് സ്റ്റീമിലൂടെ അയൺ ക്രോമാറ്റിക് കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ കാർബൺ വാട്ടർ ഗ്യാസിലുള്ള കാർബൺ മോണോക്സൈഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡായി മാറുന്നതിനെയാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ്, അതായത് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് hydrogen is used for the synthesis of methanol and a number of hydrocarbon is called synthesis gas or syngas. Okay, a mixture of carbon monoxide and hydrogen. It is used for the synthesis of methanol. അതുപോലെ തന്നെ number of hydrocarbons produce ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ synthesis gas അല്ലെങ്കിൽ സിൻ ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നോക്കൂ, സിൻ ഗ്യാസ് പല പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സിൻ ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ്. എന്താണ് സിൻ ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? എ മിക്സ്ചർ ഓഫ് ഡൈഹൈഡ്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദീസ് റിയാക്ഷൻസ്. ഈ പ്രൊഡക്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കുന്നുണ്ട്? സിൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത റിയാക്ഷനാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? മുന്നേ പറഞ്ഞതാണ്, ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ. ഞാൻ പേര് പറഞ്ഞില്ല എന്ന് മാത്രം. കോളിന്ന് അല്ലെങ്കിൽ കോക്കിന്ന് സിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? കോൾ ഗ്യാസിഫിക്കേഷൻ. സിൻ ഗ്യാസിനെ എന്തെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോളിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിൻ ഗ്യാസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. സിൻ ഗ്യാസിനെ കോളിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൾ ഗ്യാസിഫിക്കേഷൻ. പിക്ചറൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, പിക്ചർ നിങ്ങൾ നോട്ടിലേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, എക്സാമിൽ ചോദിക്കില്ല. നിങ്ങൾ എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമുക്ക് പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 പ്രോപ്പർട്ടീസും യൂസസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.